കേരളം എന്നത് ഒരു വർഗീയ സംഘർഷം ഒരു കാലത്തും ഇല്ലാതിരുന്നൊരു നാടല്ല. വിവിധ ഘട്ടങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ നാട്ടിൽ ഇപ്പോ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന് നാം ഉത്തരം കാണേണ്ടത് തന്നെയാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. നേരത്തെ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അതിൻ്റെ ഭാഗമായി ജീവനാശവും ഒരുപാട് പേർക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങളും സംഭവിച്ച ഒരു പ്രദേശമാണെങ്കിലും അവിടങ്ങളിൽ എല്ലാം ശാന്തത നിലനിൽക്കുന്നു, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണത്? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ, വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒന്നിനോട് ചെറിയ തോതിൽ ചാരി നിന്നു എന്ന് വന്നാൽ അത് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വഴിവെക്കില്ല, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്കാകെ അഭിമാനിക്കാം, കേരളത്തിനാകെ അഭിമാനിക്കാം. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നിലനിൽക്കുന്നില്ല. അത് ഇത്തരം ഒരു സമീപനത്തിന്റെ ഭാഗമായാണ്. ആ സമീപനം സ്വീകരിക്കുന്നവരോട് സ്വാഭാവികമായിട്ട് വിപ്രതിപത്തി ഉണ്ടാവും, അവരോട് വിയോജിപ്പുണ്ടാവും. ആർക്ക്? വർഗീയ ശക്തികൾക്ക്. ആ വർഗീയ ശക്തികൾ അവരുടെ വിയോജിപ്പ് അവരുടേതായിട്ട് മാത്രമല്ല രേഖപ്പെടുത്തുക, അവർ പലതരം വേഷത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതും നല്ലതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും വർഗീയതയ്ക്ക് അന്തിമ വിജയം നേടാനാവില്ല. എപ്പോഴും മതനിരപേക്ഷതയ്ക്ക് തന്നെയാണ് കൂടുതൽ കരുത്ത് നേടാനാവുക എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്.